നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേരഫെഡ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് പരിചിതമല്ലാത്ത മേഖലയിൽ ചുമതല നൽകി. വിപണിയിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി. ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ദളിത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം കൊല്ലത്ത്. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു. ആദ്യ ദിനത്തിൽ ലഭിച്ചത് 70,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം സീസൺ പൂർത്തിയാക്കാതെ അടച്ച ജലപാതമാണ് മികച്ച വരുമാനം നേടുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കേരഫെഡ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് പരിചിതമല്ലാത്ത മേഖലയിൽ ചുമതല നൽകിയത് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. കൊപ്ര സംഭരണത്തിലെ വീഴ്ച മൂലം വിപണിയിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാക്കി. കേരഫെഡിൽ സർക്കാർ ഇടപെടലും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് CR മഹേഷ് MLA കൃഷി മന്ത്രിക്ക് നിവേദനം നൽകി. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന സെക്ഷൻ ഓഫീസർമാർ ഫിനാൻസ്, എക്സ്റ്റൻഷൻ, മാർക്കറ്റ് എന്നീ മേഖലകളിൽ വരുത്തിയ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. മാർക്കറ്റിംഗിൽ ഉന്നത ക്വാളിഫിക്കേഷനുള്ളവർ, ഫിനാൻസ്, അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ ഉന്നത യോഗ്യതയിലുള്ള പ്രൊഫഷണലുകൾ എന്നിവർ കൈകാര്യം ചെയ്തിരുന്ന മേഖലയിലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന മേഖലയിൽ പരിചയമില്ലാത്തവർക്ക് ചുമതലകൾ നൽകിയത്. കാലങ്ങളായി ഓണം വിപണിക്കായി കൺസ്യൂമർ ഫെഡ് 2000 ടൺ, സപ്ലൈകോ 500 ടൺ, വിതരണക്കാർ 2500 ടൺ എന്നിങ്ങനെ 5000 ടൺ കേര വെളിച്ചെണ്ണ കേരഫെഡ് വിപണനം നടത്തി വന്നിരുന്നു. ഇതിനായി ജനുവരിയിൽ 8500 ടൺ കൊപ്ര സംഭരിക്കാൻ നോട്ട് തയ്യാറാക്കുകയും അത് ബോർഡിന്റെ അനുമതി നേടുകയും ചെയ്ത കൊപ്ര സംഭരിക്കുന്ന നടപടികളാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ കൊപ്ര സുലഭമായി ലഭിക്കുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 135 രൂപ മാത്രം കിലോയ്ക്ക് വിലയുള്ള കൊപ്ര സംഭരിക്കാത്തത് കാരണം കേരഫെഡിൽ അതിരൂക്ഷമായ കൊപ്രാക്ഷാമമുണ്ടായി. തൽഫലമായി നിലവിൽ കൊപ്രാവില കിലോയ്ക്ക് 270 രൂപയ്ക്കാണ് സംഭരിക്കുന്നത്. ഇതുകാരണം 1 ലിറ്ററിന് 5 രൂപ ലാഭത്തിൽ 210 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന കേര വെളിച്ചെണ്ണ ഇപ്പോൾ ലിറ്ററിന് 30 രൂപ നഷ്ടത്തിൽ 419 രൂപയ്ക്ക് വിൽക്കുകയാണ്. മാർക്കറ്റിലെ വെളിച്ചെണ്ണ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരഫെഡിന് കഴിയാതെ വരികയും ചെയ്തു. മുൻവർഷങ്ങളിൽ 10-15 കോടി രൂപ ഓരോ വർഷവും ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കേരഫെഡ് നിലവിലെ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കേരഫെഡ് നിലനിൽക്കുന്നതിന് അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ എന്നേക്കുമായി ഈ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലാവുകയും അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യും. സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും കൃഷിമന്ത്രിക്ക് CR മഹേഷ് MLA നിവേദനം നൽകി. കേരഫെഡിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തെക്കുറിച്ച് നിയമസഭയിൽ നേരത്തെ വിഷയം സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുണ്ടെന്നും MLA ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റിന്റെയും ഓഫീസ് സമുച്ചയത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റ്, ഓഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വികസന കാര്യങ്ങൾക്ക് ഒരേപോലെ ഒരു നിലപാടാണ് MLA എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല. മാർക്കറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ മാർക്കറ്റ് പദ്ധതികൾ സ്ഥലം നേരത്തെ വന്നിരുന്നു. കൊട്ടാരക്കരയിലെ
ടൗണിലെ മാർക്കറ്റിന്റെ പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റ് പുത്തൂരിലെ ഫിഷ് മാർക്കറ്റ് പൂർത്തീകരിച്ചു. അത് നടുവത്തൂരിനും കൊളക്കരയ്ക്കും എല്ലാം പറ്റുന്ന തരത്തിലെ സൗകര്യമുള്ളതാണ്. പുത്തൂർ 2-3 പഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സുഹർബാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി.ആർ. ബിജു, എസ്. സുനിൽകുമാർ, ബീന മാമച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ്.എച്ച്. കനകദാസ്, മിനി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. കരുനാഗപ്പള്ളി കന്നേറ്റി ജലോത്സവത്തിന് കൂടുതൽ ധനസഹായമുണ്ടാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ് കന്നേറ്റിക്കായലിൽ ജലോത്സവം നടത്തുന്നത്. കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന 85ാമത് ശ്രീനാരായണ ട്രോഫി വള്ളംകളിക്ക് കൂടുതൽ ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കന്നേറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കായലിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ അത് മാറ്റിയിരിക്കുന്നു. എങ്കിലും നന്നായിട്ട് ചെയ്യുന്നത് വളരെ പഴക്കമുള്ളതാണ്. നേരത്തെ തന്നെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇത് ഇനിയിപ്പോ വരുന്ന ഈ ചാമ്പ്യൻസ് ലീഗ് മൊത്തത്തിലുള്ള ആകെയുള്ള ലീഗുകളുടെ ഒരു ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട്. ടൂറിസം മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഉള്ളതാണ് ബോർഡ്. വീണ്ടും ആ പ്രശ്നങ്ങളോട് ഉന്നയിക്കാം. നമുക്ക് ഈ ജില്ലയിൽ 2-3 പ്രധാനപ്പെട്ട വള്ളംകളികളാണല്ലോ. ഇപ്പം പ്രസിഡന്റ് ട്രോഫി പ്രധാനപ്പെട്ടതായി വന്നിട്ടുണ്ട്. ഇത് വളരെ പഴക്കമുള്ളതാണ്. പിന്നെ മണ്ഡലത്തിലെ കന്നഡ വാർത്തകളാണ്. ഇതിനകത്ത് ഈ ഗൗരവത്തിൽ കുറച്ചുകൂടി ആളുകളെ ആകർഷിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മത്സരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് മത്സരം ഏതാ? വള്ളംകളിയാണ്. ജലോത്സവ കമ്മിറ്റി ചെയർമാൻ സി.ആർ. മഹേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് കെ. സുശീലൻ, സെക്രട്ടറി എ. സോമരാജൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. എം. അൻസാർ, എം. ശോഭന, കോട്ടയിൽ രാജു, റെജി ഫോട്ടോ പാർക്ക്, PB സത്യദേവൻ, R. മുരളി, ക്യാപ്റ്റൻ എസ്. പ്രവീൺകുമാർ, കുളച്ചവരമ്പേൽ ഷാജഹാൻ, സുരേഷ് ഇഷ്ടം, ജോബു പാപ്പച്ചൻ, കൊട്ടുകാട് സുരേഷ്, മുരളീധരൻ പഞ്ഞുവിളയിൽ, താഹിർ മുഹമ്മദ്, നിയാസി കുട്ടി, ബിനോയ് കരിമ്പാലിൽ, സദാനന്ദൻ കരിമ്പാലിൽ, സരിത അജിത്ത്, ഉത്തമൻ കൊല്ലക, ഷമ്മാസ്, ബഷീർ അവർമാക്സ്, സജിത്ത് പുളിമൂട്ടിൽ, ശിവൻ കൊല്ലക, സിംലാൽ, സീമാ സഹജൻ, പടിപ്പൂർ ലത്തീഫ്, ശാലിനി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണം പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റി സമരത്തിൽ ജയിൽ മോചിതനായ ഗോപി കൃഷ്ണന് സമ്മേളനത്തിൽ സ്വീകരണവും നൽകി. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസിന്റെ രക്തസാക്ഷി ദിനാചരണമാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജോബി ആൻഡ്രൂസിന്റെ ഓർമ്മകൾക്ക് 33 വർഷങ്ങൾ തികയുകയാണ്. 1992 SFIയുടെ ഒരു ജാഥയെ വരവേൽക്കാൻ SFIക്കാരാകെയും ജാഥാ സ്വീകരണ കേന്ദ്രമായ സ്കൂൾ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിലാണ് MSFന്റെയും മുസ്ലിം ലീഗിൻ്റെയും ഗുണ്ടകൾ ചേർന്ന് കല്ലെറിഞ്ഞ് സഖാവ് ജോബി ആൻഡ്രൂസിനെ കൊലപ്പെടുത്തുന്നു. കേരളത്തിൽ രാഷ്ട്രീയം പറയുന്നവരോട്, രാഷ്ട്രീയം സംസാരിക്കുന്നവരോട്, രാഷ്ട്രീയ സംവാദനങ്ങൾക്ക് തലമുരുക്കുന്നവരോട്, അങ്ങനെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പറയാൻ സന്നദ്ധരായി വരുന്ന വിദ്യാർത്ഥികളോട് കല്ലേറിലൂടെ പ്രതികാരം തീർക്കുന്ന സ്വഭാവം 92 ആരംഭിച്ചതാണ് കേരളത്തിൽ MSFും KSU. ആ കല്ലേർ അവർ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. 92 ആ കല്ലേറിൽ ജോബി ആൻഡ്രൂസ് ആണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവ് നാം പരിശോധിച്ചാൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഓരോ ക്യാമ്പസിലും എത്തിയ SFIക്കാരനെ, വിവിധങ്ങളായ ആയുധങ്ങളാൽ നേരിട്ട KSUക്കാരനെ, MSFകാരനെ നമുക്ക് ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കാണാം. ഏരിയ പ്രസിഡന്റ് എബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. ഗോപികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കാർത്തിക് കടയ്ക്കൽ, പ്രസിഡന്റ് ആദർശ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുമി, നജീബ്, അലൻ ഷാഹുദ്ദീൻ, രാജേഷ്, ആനി തുടങ്ങിയവർ പങ്കെടുത്തു. സർവകലാശാല സമരത്തിൽ ജയിൽ മോചിതനായ ഗോപികൃഷ്ണനെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ, ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. ജഗദീശൻ, B. അജയ്കുമാർ എന്നിവർ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
രാജ്യത്താദ്യമായി ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ടയിൽ തുടങ്ങുന്നു. ഓഗസ്റ്റ് 2-നാണ് ഉദ്ഘാടനം. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നത്. ശാസ്താംകോട്ടയിൽ ഓഗസ്റ്റ് 2-ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡിജിറ്റൽ ഫാമിലി കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തിയത്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉണ്ടാകണം. വിവിധ ഘടക കമ്മിറ്റികൾക്ക് ചുമതലക്കാരെ നിയോഗിക്കണം. അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. ഇനി നമുക്ക് കൂടുതൽ സമയമില്ല. അപ്പോൾ വളരെ നന്നായി അത് നമുക്ക് ചെയ്യാൻ കഴിയണം. ഈ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ ഞങ്ങൾ 2-3 തവണ പോയി വേണ്ടുന്ന നിർദ്ദേശമെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലാണ്. ഫ്ലോറിംഗ് ഇന്റർലോക്ക് ചെയ്തില്ല. ഗ്രൗണ്ട് ഇന്റർലോക്ക് ചെയ്തില്ല. ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇന്റർലോക്ക് കൂടി ചെയ്യാൻ നമ്മൾ നിലവിലെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അതുകൂടി ചെയ്യുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ നന്നായി നമുക്ക് നിങ്ങളുടെ ഒരു സ്ഥാപനം, വക്കീലന്മാരുടെ ഒരു സ്ഥാപനം എന്ന നിലയിൽ കണ്ടുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് ഈ പരിപാടി കൽപ്പിച്ച് വിജയമാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത, ഉണ്ണികൃഷ്ണൻ, വർഗീസ് തരകൻ, ബാർ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും അതിന്റെ സംഘാടനം പ്ലാൻ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടി നാം ഇവിടെ ഒത്തുചേർന്നു. ഇവിടെ സൂചിപ്പിച്ചതനുസരിച്ച് ഓഗസ്റ്റ് 2-ാം തീയതി ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇപ്പോൾ ഏകദേശ ധാരണയായിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ താലൂക്കിലെ മുഴുവൻ ബഹുജനങ്ങളെയും ഇത് അറിയിച്ചു. അതിഗംഭീരമായി തന്നെ പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്താംകോട്ടയിലേക്കാണ് ആദ്യമായി ഒരു കോടതി വരുന്നത്. അത് കോടതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോടതിയാണ്. അത് നമുക്ക് ഈ ഒരു ശാസ്താംകോട്ടയ്ക്ക് അനുവദിച്ച് ഒരുപാട് പേരുടെ കഠിന പ്രയത്നം ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കോടതി വരുന്നതിനും ഒരുപാട് നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വർഗ വിഭാഗത്തിന് ബജറ്റിൽ മാറ്റിവെച്ച 612 കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ ഇടതുപക്ഷം ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. നമുക്കറിയാം, പട്ടികജാതിക്കാർക്ക് നീക്കിവെക്കുന്ന തുക അത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. അത് ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട തുകയാണ്. അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന, വ്യവസ്ഥാപിതമായി ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന ഒരു അവകാശമാണ് ഈ പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന SCP ഫണ്ടും പട്ടികവർഗക്കാർക്ക് ലഭിക്കുന്ന TSP ഫണ്ടും. അത് വെട്ടിക്കുറയ്ക്കാൻ പിണറായി വിജയന് യാതൊരു അവകാശവുമില്ല. അങ്ങനെ വെട്ടിക്കുറച്ചാൽ അത് ഭരണഘടനയോടുള്ള അനാദരവാണ്. ഭരണഘടനയോടുള്ള അനാദരവ് എന്ന് പറയുമ്പോൾ ആരോടുള്ള അനാദരവാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഓരോ വകുപ്പുകളും അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും വിവിധ വകുപ്പുകളും ഇത്ര ശതമാനം തുക അവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് ആരാ പറഞ്ഞത്? മറ്റാരുമല്ല, ഭരണഘടനാ ശില്പിയായ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ബജറ്റിൽ മാറ്റിവെച്ച 612 കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ ഭവന നിർമ്മാണം, വീട് മെയിന്റനൻസ്, വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എല്ലാം നഷ്ടമായി. ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പൊയ്മുഖം തിരിച്ചറിയാൻ ദളിതർ തയ്യാറാകണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ പട്ടികജാതിക്കാർക്ക് അനുവദിച്ച ഫണ്ട് അത് വെട്ടിക്കുറയ്ക്കുകയോ വകമാറ്റുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കടുത്ത പട്ടികജാതി പട്ടികവർഗ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് 500 കോടി രൂപ യാതൊരു ഉറപ്പുമില്ലാതെ പട്ടികജാതിക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട തുക അത് വകമാറ്റുകയാണ്. വിദഗ്ധ ചികിത്സ കിട്ടാതെ ദളിതർ മരിക്കുന്നു. ആരോഗ്യരംഗം 9 വർഷം കൊണ്ട് തകർത്തു. ചികിത്സിക്കാൻ പണമില്ലാത്തത് കാരണം ദളിതർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കുറ്റപ്പെടുത്തി.
ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA എഴുകോൺ നാരായണൻ, SC സഞ്ജയ് ഖാൻ, MM സഞ്ജീവ് കുമാർ, CK രവീന്ദ്രൻ, പട്ടത്താനം സുരേഷ്, കുണ്ടറ സുബ്രഹ്മണ്യം, രഞ്ജിനി സൂര്യകുമാർ, ആശാലത, സൗമ്യ നിലമേൽ, തോയിത്തല മോഹനൻ, പാലത്തറ രാജീവ്, മധു പാറയിൽ, ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSEB കുണ്ടറ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. തുടർച്ചയായുള്ള വൈദ്യുതി തടസ്സത്തിന് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. KSEB കുണ്ടറ സെക്ഷന്റെ പരിധിയിലുള്ള ഇളമ്പള്ളൂർ, ഏഴാംകുറ്റി, വെട്ടിലിൽ, കേരളപുരം, മാമൂട്, ഇടവട്ടം മേഖലകളിൽ ചെറിയ കാറ്റുമഴയും ഉണ്ടാകുമ്പോൾ തന്നെ വൈദ്യുതി നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കേരളപുരം, പാറപ്പുറം പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കേരളപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB കുണ്ടറ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിലാലിനെ ഉപരോധിച്ചത്. ഓഗസ്റ്റ് 30 മുമ്പായി വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കർക്കിടക വാവ് ബലിയെടുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ പുനലൂരിലെ മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷൻ. നിരവധി വിശ്വാസികളാണ് കർക്കിടക വാവിന് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുന്നത്. എന്നാൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്നാനഘട്ടത്തിൽ ഒരുക്കിയിട്ടില്ല. മിനി പമ്പ എന്നറിയപ്പെടുന്ന സ്നാനഘട്ടത്തിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്. നിരവധി വിശ്വാസികളാണ് കർക്കിടക വാവിന് ബലിതർപ്പണത്തിനായി സ്നാനഘട്ടത്തിലെത്തുന്നത്. മണ്ഡലകാലത്ത് ഇവിടെ വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട്. സ്നാനഘട്ടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ല. കല്ലടയാറ്റിലേക്ക് ബലിതർപ്പണത്തിനായി ഇറങ്ങുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ സംരക്ഷണ ഭിത്തികളോ ഇവിടെയില്ല. സ്നാനഘട്ടം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വള്ളികുന്നം ഇലിപ്പക്കുളത്തെ മോഷണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇലിപ്പക്കുളം ഹരിനിവാസിൽ രാജമോഹനനും കുടുംബവും താമസിക്കുന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 4.25 പവന്റെ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഇലിപ്പക്കുളം ഹരിനിവാസിൽ രാജമോഹനനും കുടുംബവും താമസിക്കുന്ന ഹരിനിവാസിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 4.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്നും നഷ്ടമായത്. ഒരു നെക്ലസും വളയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. രാജ്മോഹന്റെ ഭാര്യ ശ്രീലതയുടെ ചികിത്സയ്ക്കായി ഇരുവരും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു. സമീപവാസി രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനായി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എല്ലാവരുടെ ഒരു മാലയും ഒരു വളയുണ്ട്, അത് 5 പവനോളം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഒരു 800 രൂപ ക്യാഷായിട്ടുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ മോളത്തെ ആളിൽ നിന്ന് അലമാരയെല്ലാം വലിച്ചു തുറന്ന് തുണിയും എല്ലാം തറയും. അത് കഴിഞ്ഞിട്ട് മോളത്തെ നിലയിൽ പോയി 2 റൂം തുറന്നു കിടന്നായിരുന്നു. അതിനകത്തുള്ള ഷെൽഫെല്ലാം തുറന്ന് തുണികളെല്ലാം വലിച്ചു താഴെയിട്ടു. പിന്നെ എൻ്റെ മകൻ്റെ റൂം അത് കൂട്ടിയിരുന്നു, അത് പൊളിച്ചിട്ടകത്ത് കയറി അതിനകത്തെ എല്ലാം വലിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി വള്ളികുന്നം പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നോക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കല്ലടയാറിന്റെ തീരത്ത് KSRTC ഡിപ്പോയുടെ പിൻഭാഗത്തെ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് നടപടിയില്ല. പാർക്കിലെ നടപ്പാതയിലേക്ക് കാട് പടർന്നതും സമീപ പ്രദേശങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പുനലൂരിലെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് സൗകര്യമില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇന്നാകട്ടെ പാർക്കിലുള്ള ഇരിപ്പിടങ്ങൾ കാട് കയറി നശിച്ച് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാത്രിയിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവാണ്. ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് 3 വർഷം മുമ്പ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തൂക്കുപാലത്തിന്റെ ദൂരക്കാഴ്ചയും കല്ലടയാറിന്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാനായാണ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇടയ്ക്ക് PS സുബാൽ MLA ഇടപെട്ട് അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിലും നിർമ്മാണ പുരോഗതി ഉണ്ടായില്ല. അടിയന്തരമായി പാർക്കിന്റെ അനുബന്ധ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് തുറന്നു നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി സംരംഭകത്വ ശില്പശാല നടത്തി. നോർക്ക റൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി ഓച്ചിറയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലയിൽ 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സ്വയം തൊഴിലും സംരംഭങ്ങളും ആരംഭിക്കാനും നിലവിലുള്ളവ വിപുലീകരിക്കാനുമുള്ള പദ്ധതി ശില്പശാലയിൽ വിശദീകരിച്ചു. 1500 പുതിയ സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. നോർക്ക റൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും ചേർന്നാണ് കൊല്ലം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചത്. ഓച്ചിറയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നോർക്ക റൂട്ട്സ് സെന്റർ മാനേജർ സഫറുള്ള എസ് ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയിൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് കിട്ടുന്നു. അതൊന്ന് ക്യാപിറ്റൽ സബ്സിഡിയാണ്, മറ്റൊന്ന് പലിശ സബ്സിഡിയാണ്. മറ്റൊരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും നോർക്കയോ ഗവൺമെന്റോ വായ്പ പരിപാടിയില്ല. ഇത് ബാങ്ക് നൽകുന്ന വായ്പയ്ക്ക് സംസ്ഥാന സർക്കാർ പ്രവാസികളുടെ കൈത്താങ്ങുന്നതിനായി ചെറിയൊരു സബ്സിഡി, മൂലധന സബ്സിഡി, പലിശ സബ്സിഡി നൽകുക. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ സ്മിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ PG അനിൽ ക്ലാസ് നയിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും ഫേസ് ചെയ്യുന്ന ഈ സമയത്ത് പോലും ഈ വർഷവും ഏതാണ്ട് 25 കോടിയോളം രൂപ ബജറ്റിൽ ഈ സ്കീമിന്റെ ഭാഗമായി പ്രവാസികൾക്ക് സബ്സിഡി വിതരണം ചെയ്യാൻ വേണ്ടി നീക്കിയിരിക്കുന്നു. വർഷങ്ങളിലേതുപോലെ തന്നെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിലും 2 കോടി രൂപ പ്രവാസികൾക്ക് വേണ്ടി ഈ സ്കീമിന്റെ ഭാഗമായി സബ്സിഡി വിതരണം ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സബ്സിഡി വിതരണം ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രോജക്റ്റുകളുടെ ധനപരമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ബേസിലായിരിക്കും ഈ സബ്സിഡികൾ റിലീസ് ചെയ്യുന്നത്. രാജേന്ദ്രൻ കുളങ്ങര, ബാബിസ് വിജയൻ, AR സൈനുദ്ദീൻ, സന്തോഷ് മാനവ് ചാത്തന്നൂർ, അജിത് ഇബ്രാഹിം, നന്ദകുമാർ SJ, അനന്തു BL, ഷിജി V എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കായുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. സ്കൂളുകൾ, സർക്കാർ കാര്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്കായി തടസ്സരഹിത സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും ഇതര സർക്കാർ വകുപ്പുകളും ഭിന്നശേഷി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ബജറ്റിൽ നീക്കിവെച്ച പണം പൂർണ്ണമായി ചെലവഴിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കായുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നതിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട്. പ്രത്യേക പദ്ധതി വെച്ചിട്ട് തന്നെയാണ് അതിന് പണം മാറ്റി വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഈ കാര്യം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സമയത്ത് ഇത് വെക്കണം. 100 കണക്കിന് നടപടിക്രമമുണ്ട്. സർക്കാരിൻ്റെ കാര്യം ചെലവാക്കണം. അത് നടപടിക്രമം പൂർത്തീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഒരു കാര്യത്തിന് പണം വെച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി കിട്ടണമെങ്കിൽ അതിൻ്റെ കടമ്പകൾ ഏറെയാണ്. ചുവപ്പ് നാട എന്നൊക്കെ പറയുന്ന സമ്പ്രദായം മാത്രമല്ല, നടപടിക്രമങ്ങളുടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 3 വീലറുകൾ കിട്ടാൻ പോലും അല്പം താമസമെടുക്കും. ഇത് ഫിറ്റ് ചെയ്ത് വണ്ടി വരാൻ തന്നെ റെഡിമെയ്ഡായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ. അത് നേരത്തെ ഓർഡർ ചെയ്ത് വണ്ടിയുടെ ഡിമാൻഡ് വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആ വണ്ടി കിട്ടാൻ തന്നെ താമസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നല്ല വണ്ടി വേണം. ഈ ഉപയോഗിക്കുന്ന വണ്ടി, ഈ മേടിക്കുന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദശലക്ഷക്കണക്കിന് വണ്ടികൾ ഇറങ്ങിയ ഒരു കമ്പനിയുടെ ആകുമ്പോൾ അതിനൊരു ലൈഫുണ്ട്. അതിനൊരു പുതിയ പല വണ്ടികളും ഇറങ്ങാം. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുണ്ട്. ഇതല്ലല്ലോ, നമ്മുടെ പെട്രോൾ വണ്ടി തന്നെയാണ്. പുതുതായിട്ടുള്ള ബാറ്ററി വണ്ടികൾ പലതും പുതുതുണ്ട്. അതിൻ്റെ ലൈഫിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പം നല്ല വണ്ടി വേണം. ഇതെല്ലാം നോക്കി ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും പേര് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് 2 പേരെ വെച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും എല്ലാ പരിഗണനയിലും അർഹരായവരെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ പ്രക്രിയയുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നൽകുന്നത്. ഇത് ലഭിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതി മറികടന്നുകൊണ്ട് എല്ലായിടത്തേക്കും വേഗത്തിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ എത്തിച്ചേരാൻ പറ്റുന്നൊരു സൗകര്യമാണ്. അത് ചെറിയൊരു കാര്യമല്ല. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് 60 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. 40% കൂടുതൽ ചലന വൈകല്യമുള്ള BPL വിഭാഗത്തിലുള്ളവരാണ് ഗുണഭോക്താക്കൾ.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിലസ് കല്ലേലി ഭാഗം, ജെ നജീബത്ത, അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ഗേളീഷൻ മോഹൻ, അംബികാകുമാരി, ഷൈൻ കുമാർ, ജയശ്രീ വാസുദേവൻ പിള്ള, പ്രിജി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു. ആദ്യ ദിനത്തിൽ ലഭിച്ചത് 70,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം സീസൺ പൂർത്തിയാക്കാതെ അടച്ച ജലപാതത്തിൽ തിങ്കളാഴ്ച മുതലാണ് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. തമിഴ് സഞ്ചാരികളുടെ ഇഷ്ട ജലപാതങ്ങളിലൊന്നാണിത്. രൂപയാണ് കുംഭാവുരുട്ടിയിലെ ആദ്യ ദിവസത്തെ വരുമാനം. 750 സഞ്ചാരികൾ എത്തിയപ്പോൾ പ്രവേശന ഫീസ്, പാർക്കിംഗ് ഫീസ് ഇനങ്ങളിലായാണ് വരുമാനം ഉയർന്നത്. സാധാരണ തിങ്കളാഴ്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. എന്നാൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ കുംഭാവുരുട്ടി എല്ലാ സീസണിലും തമിഴ് സഞ്ചാരികളുടെ തിരക്ക് കൊണ്ട് ശ്രദ്ധേയമാണ്. അപകടാവസ്ഥ ഒഴിവാക്കാനായി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് വലകെട്ടി തിരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് ആഴമുള്ള ഇടത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ കയറും കെട്ടിത്തിരിച്ചു. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചിട്ടുള്ള താൽക്കാലിക വാച്ചർമാരും VSS അംഗങ്ങളുമാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം നല്ല രാവിലത്തെക്കാളും കൂടുതൽ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് പറയാ, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തിരി ഇതുണ്ട്. ശരിക്കും ആൾക്കാർക്ക് കയറി വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. 2 സീസണുകളായി ജലപാതത്തിൽ സഞ്ചാരികളെ കൃത്യമായി പ്രവേശിപ്പിക്കാത്തത് വനംവകുപ്പിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയിരുന്നു. ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. നല്ല രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേതാണ്ട് 1 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് ലക്ഷങ്ങളുടെ വരുമാനം നമുക്കുണ്ടായേനെ. നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനം നാടിനും വനംവകുപ്പിനും ഒക്കെ നല്ല ഉപകാരപ്രദമാകട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടമാണിത്. അതിനകത്ത് കാണാൻ തമിഴ്നാട്ടിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. പാർക്കിംഗ് സൗകര്യമാണ് ഇച്ചിരി കുറവായിട്ട് കാണുന്നത്. സുരക്ഷ കുറെ കൂടെ ഒരുക്കി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഏറ്റവും ഉപകാരമായിരുന്നു. പുനലൂരിൽ നിന്ന് അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ 45 കിലോമീറ്ററോളം യാത്ര ചെയ്തും ആര്യങ്കാവ് വഴി ചെങ്കോട്ട, മേക്കര, കോട്ടവാസൽ പാതയിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്തും കുംഭാവുരുട്ടിയിലെത്താം. இதுல நல்ல ஒரு மக்கள் பூரா இப்பதான் நாங்க வர்றோம், அங்கிட்டு போயிட்டு எல்லாம் வர்றோம். நல்லா இருக்கு. நீங்க எந்த ஊர்ல இருந்து? நாங்க காரைக்குடில இருந்து வர்றோம். காரைக்குடில இருந்து வர்றோம். சிவகங்கை மாவட்டம் காரைக்குடி. சிவகங்கைன்னு சொன்னாவே பெருசா அதிரும். ஆனா இருந்தாலும் தண்ணி சூப்பரா வருது, நல்லா வருது, நல்லா இருக்கு. நாங்க பெருசு பூரா எல்லாம் வர்றோம். സമീപത്താണ് മണലാർ വെള്ളച്ചാട്ടവും അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രവും ഉള്ളത്. വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ വനംവകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരഫെഡ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് പരിചിതമല്ലാത്ത മേഖലയിൽ ചുമതല നൽകി. വിപണിയിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി. ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ദളിത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം കൊല്ലത്ത്. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു. ആദ്യ ദിനത്തിൽ ലഭിച്ചത് 70,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം സീസൺ പൂർത്തിയാക്കാതെ അടച്ച ജലപാതമാണ് മികച്ച വരുമാനം നേടുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.